ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, ഇന്ന് ബലിയർപ്പിച്ചപ്പോഴും ഓർക്കണം. നാളെ നമ്മൾ വരുന്ന ദിവസങ്ങളും ഈസ്റ്ററിനും ഒക്കെ ഈശോ സ്വീകരിക്കുമ്പോഴും ഓർക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ 56 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാൻ അവനിലും അവനെല്ലും വസിക്കും. നമ്മളെ ഒന്നാക്കി, ഈശോയിൽ ഒന്നാക്കി തീർത്ത കൂദാശയാണ് വിശുദ്ധ കുർബാന. നെവർ മിസ് ഇറ്റ്. അതാണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ശുശ്രൂഷ പൗരവത്തിലുള്ള ഒരു വൈദ്യൻ എന്ന നിലയിൽ, രാജകീയ പൗരവത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിത്യപുരോഹിതനായ ഈശോ ബലിയായി തീർന്ന് അവൻ നമ്മിലും നമ്മൾ അവനിലും ഒന്നായി തീർന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന ഈശോയുടെ ഹൃദയം തുറന്നു കിട്ടുന്ന ആ സ്നേഹം, ആ രക്തവും ആ ശരീരവും ഒക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കൂദാശയാണ്, ഏറ്റവും വലിയ കൂദാശയാണ് പരിശുദ്ധ കുർബാന. സഭയെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് ആരാധനയും. സഭ മക്കളെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതൊരു വർഷിപ്പും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാം, ഈശോ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു സങ്കടം ഉണ്ടാകുമ്പോഴത്തേനും യോഹന്നാനെ പോലെ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക. നാളെ വലിയ സങ്കടത്തിൻ്റെ കുരിശിൻ ചോട്ടിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്കവിടെ നിൽക്കാനുള്ള ശക്തി ഈശോ തരും. നാളെ ഒരു വലിയ ഒറ്റപ്പെടലുകളിൽ, ഒരു പാത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായി പോയാൽ ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തമായിട്ട് കടന്നുറങ്ങുക. നാളെ കുരിശിൻ്റെ വഴി നിങ്ങളുടെ ഇടവക പള്ളികളിൽ പ്രത്യേകിച്ച് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇടവക പള്ളിയിൽ ചേർന്ന് നിന്ന് ഈ ഒരു കുരിശിൻ്റെ വഴി നാളെ വലിയൊരു അനുഗ്രഹമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ നിങ്ങളിലേക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.